ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശിവിശാഖാംവിധംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദിനതാരിണം. പരമാനന്ദ മാധവം ശ്രീചൈതന്യമീശ്വരം യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസൂക്താം സഞ്ജീവയതി അഖില ശക്തിധരസുധാംനാം. അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജയദം ശ്രുതോ പങ്കോർമമ മന്ദമതിർഗതി മത്സർവസ്യ പാദാംബുജോ രാധാമദന മോഹനോ. തമാദിദേവം കരുണാനിധാനം തമാലവർണം സുഹിതാവതാരം അപാര സംസാര സമുദ്ര സേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. പരമാനന്ദ പാഠായ പ്രേമവർഷീയക്ഷരായതേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുമേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമോ. ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. സോ എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, പ്രണാമം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാഗവതം പ്രഥമ സ്കന്ധം 9-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. തസ്മാദിദം ദേവതന്ത്രം വ്യവസ്യാഭരദർശഭാം തസ്യാനോ വിഹിതോ നാഥ പാഹി പ്രജപ്രഭോ. തസ്മാദ് ഇദം ദേവതന്ത്രം വ്യവസ്യാഭരദർശഭാം തസ്യാനോ വിഹിതോ നാഥ പാഹി പ്രജാപ്രഭോ. ആരെങ്കിലും റിസൈറ്റ് ചെയ്യോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാദിദം ദൈവതന്ത്രം വിവസ്യ ഭരതർഷഭാ തസ്യാനുവിഹിതോ നാഥ പാഹി പ്രജാപ്രഭോ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ ഭരത വംശ ശ്രേഷ്ഠ യുധിഷ്ഠിരൻ, ആയതിനാൽ ഈ സംഭവിച്ചതൊക്കെ ഭഗവാന്റെ പദ്ധതിക്കനുസരിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അചിന്ത്യമായ ഭഗവാന്റെ ഈ പദ്ധതിയെ മാനിച്ച് അങ്ങ് അവയെ പിന്തുടരണം. ഇപ്പോൾ അങ്ങാണ് നിയമിതനായ ഭരണാധികാരി. എന്റെ പ്രിയ രാജാവേ, നിരാലംബരായ പ്രജകളെ അങ്ങ് ശ്രദ്ധാപൂർവം പരിരക്ഷിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരി ബോൾ. O best among the descendants of Bharata, Yudhishthira, I maintain therefore that all this is within the plan of the Lord. Accepting the inconceivable plan of the Lord, you must follow it. You are now the appointed administrative head, and my Lord, you should now take care of those subjects
who are now rendered helpless. അപ്പോ ഭീഷ്മ പിതാമഹൻ ആരോടാണ് പറയുന്നത്? യുധിഷ്ഠിര മഹാരാജാവാണ്. എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? യുധിഷ്ഠിര, ബെസ്റ്റ് അമംഗ് ദ ഡിസെൻഡൻസ് ഓഫ് ഭരത. ഭരതവംശത്തില് ആ വംശജനായിട്ടുള്ള അതിൽ ശ്രേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവിനാണ്. അപ്പൊ ഇവിടെ ഏത് ഭരതനെയാണ് ഉദ്ദേശിക്കുന്നത്? ഏത് വംശജനാണ് യുധിഷ്ഠിര മഹാരാജ്? ഏത് ഭരതനാണ്? 3 ഭരതന്മാരെ നമുക്കറിയാം. ആരാണത്? 3 ഭരതന്മാരെ അറിയാം. ആരൊക്കെയാണ് 3 ഭരതന്മാർ? ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മകൻ ഭരതൻ. യെസ്, ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മകൻ ഭരതൻ. ആ വംശത്തിൽ അതിലെ ശ്രേഷ്ഠനായിട്ടുള്ള ആ യുധിഷ്ഠിര മഹാരാജാവിനെ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നേരത്തെ ഇത് പറയും, ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്, സമയത്തിന്റെ പ്രഭാവമാണ്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, അങ്ങയുടെ കർമ്മത്തിന്റെ ഫലം കൊണ്ടല്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഭഗവാന്റെ പദ്ധതിയാണ്, ഭഗവാന്റെ പ്ലാനാണ്, ഭഗവാന്റെ ഇച്ഛയാണ്. accepting the inconceivable plan of the Lord, you must follow it. അപ്പൊ ഇത് ഭഗവാന്റെ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യണം. അതായത് രാജഭരണം അങ്ങ് തുടരണം. ഒരുപാട് ആൾക്കാർ ഈ യുദ്ധത്തിന് ശേഷം അനാഥരായിട്ടുണ്ട്, പ്രജകളായിട്ട്. അവരെ സംരക്ഷിക്കുന്ന ആ കടപ്പാട് അങ്ങയ്ക്കുണ്ട്. അതുകൊണ്ട് വ്യാകുലപ്പെടാതെ, വിഷമിക്കാതെ ഈ ദൗത്യം ഏറ്റെടുക്കണം എന്നാണ് ഭീഷ്മ പിതാവ് ആരോട് പറയുന്നത്? യുധിഷ്ഠിര മഹാരാജാവിനോട് പറയും. അപ്പോ നമ്മള് ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. പൊതുവെ 3 തരത്തിലാണ് കാറ്റഗറി. 3 തരത്തിലുള്ള ആൾക്കാര് കഷ്ടപ്പാട് അനുഭവിക്കണം, ക്ലേശങ്ങൾ അനുഭവിക്കണം. ഒന്ന് ഗ്രോസ് മെറ്റീരിയലിസ്റ്റ്. എന്നാണ് ഗ്രോസ് മെറ്റീരിയലിസ്റ്റ് പറഞ്ഞാൽ? പൂർണ്ണമായിട്ടും ഭൗതികവാദികളായിട്ടുള്ള ആൾക്കാര്, നോൺ ഡിവോട്ടീസ്, അഭക്തന്മാര്. അവരെങ്ങനെയാണ് ഈ കർമ്മഫലം അനുഭവിക്കുന്നത്? എന്താണ് കാരണം? 3 കാരണങ്ങൾ. എന്താണ്? കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപപദ്ധ്യത എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു. കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപപദ്ധ്യത. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ദേഹം കിട്ടുന്നത്? കർമ്മം കൊണ്ട്, നമ്മളുടെ കർമ്മം കൊണ്ടും ഒക്കെ ദൈവനേത്രേണ, ഭഗവാന്റെ സൂപ്പർവിഷനിലും. അപ്പൊ നമ്മളുടെ എന്താണ് കർമ്മഫലം, അതനുസരിച്ചിട്ട് ഭഗവാന്റെ അധ്യക്ഷതയിലും സൂപ്പർവിഷനിലും നമുക്ക് ദേഹം കിട്ടുന്നു, അല്ലെ? അപ്പോ നമുക്ക് നമ്മളുടെ ഈ എല്ലാം നമ്മൾ അനുഭവിക്കുന്നതെല്ലാം, അതായത് ഗ്രോസ് മെറ്റീരിയൽസ്, അഭക്തന്മാര്, നോൺ ഡിവോട്ടീസ്, അവര് അനുഭവിക്കുന്ന അവരുടെ കർമ്മം കൊണ്ടും 3 ഗുണങ്ങൾ കൊണ്ടും, അല്ലെ, അവരുടെ ആഗ്രഹങ്ങളും എല്ലാം കാരണമാണ് അവരെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. ഒന്ന് നമ്മുടെ കർമ്മം, പിന്നെ നമ്മുടെ 3 ഗുണം, പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാനില്ല, ഭഗവാൻ അവിടെ ഡയറക്റ്റ് ഇൻവോൾവ് ഇല്ല. ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജിയാണ് അവിടെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, അല്ലെ? 2ാമത്തെ കാറ്റഗറിയിലെ ആൾക്കാർ പ്യൂർ ഡിവോട്ടീസ്, ശുദ്ധഭക്തന്മാര്. അവരുടെ കഷ്ടപ്പാട് എന്താ കാരണം? അവരുടെ കഷ്ടപ്പാടിന് കാരണം ഇപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ, അതായത് യുധിഷ്ഠിര മഹാരാജാവൻ ഇപ്പോ ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കഷ്ടപ്പാട് യുധിഷ്ഠിര മഹാരാജാവിന്റെ കർമ്മഫലമല്ല, പിന്നെന്താണ്? ഭഗവാന്റെ പ്ലാനാണ്. അപ്പോൾ ഡിവോട്ടീസിനെ ഡയറക്ട്ലി സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണ്? ഭഗവാൻ സ്വയമാണ്, സ്വയം ഭഗവാനാണ്, അല്ലെ? അപ്പോൾ നോൺ ഡിവോട്ടീസിനെ അവരുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും 3 ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് ദേഹം കിട്ടുന്നു. അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ആ സഫറിങ്സ് എല്ലാം അതിന് അനുസൃതമായിരിക്കും. ഡിവോട്ടീസ്, പ്യൂർ ഡിവോട്ടീസിനെ ഭഗവാൻ ഡയറക്ട്ലി നിയന്ത്രിക്കും. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഈ കഷ്ടപ്പാടുകളെല്ലാം എന്താണ്? അത് അവരുടെ കർമ്മഫലമല്ല. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവും ആ കാറ്റഗറിയിലാണ് പെടുന്നത്. യുധിഷ്ഠിര മഹാരാജാവും ആ കാറ്റഗറിയിലാണ്
പെടുന്ന എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? ആരാണ്? നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർ, പ്രാക്ടീസിങ് ഡിവോട്ടീസ്. നമ്മൾ നോൺ ഡിവോട്ടീസും അല്ല, പ്യുവർ ഡിവോട്ടീസും അല്ല, അല്ലേ? നോൺ ഡിവോട്ടീസും അല്ല, പ്യുവർ ഡിവോട്ടീസും അല്ല. അപ്പൊ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്ന, കർമ്മഫലം ഒന്നാമത് ഭഗവാന്റെ പ്ലാനാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോ നമ്മളെ ശുദ്ധീകരിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഈ ഭൗതിക ലോകത്ത് നിന്ന് പരംധാമിലേക്ക്, പരം വ്യോമത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അത് പിന്നീട്, സോറി, ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ്. അപ്പോ നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മളുടെ കർമ്മഫലമാണ്. എങ്കിലും കൂടി നമുക്ക് ഈ കഷ്ടപ്പാട് തരുന്നത് കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ, നമുക്ക് ബെനിഫിറ്റ്സേ ഉള്ളൂ. എന്താണ് ബെനിഫിറ്റ്സ്? അതായത് നമ്മളെ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു, നമ്മളെ ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നതോടുകൂടി നമ്മൾക്ക് യോഗ്യത ലഭിക്കുന്നു. ഇവിടെ നിന്ന് പരംധാമിലേക്ക്, വൈകുണ്ഠത്തിലേക്കോ ഗോലോകത്തിലേക്കോ പോകാനുള്ള ആ യോഗ്യത നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്, നമ്മളുടെ കർമ്മങ്ങളെല്ലാം നശിക്കപ്പെടുന്നു. അതായത് നമ്മളുടെ കാര്യം പറയുന്നത്, നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ബിറ്റ്വീൻ പ്രാക്ടീസിങ് ഡിവോട്ടീസിന്റെ കാര്യം പറയുന്നത്. നമ്മളെല്ലാം പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്, പ്യുവർ ഡിവോട്ടീസ് അല്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പല സഞ്ചിത കർമ്മങ്ങളുണ്ട്, പ്രാരാബ്ധ കർമ്മമുണ്ട്, ഓക്കെ, ക്രിയമാണ കർമ്മങ്ങളുണ്ട്, ആഗമകർമ്മം, ഇതെല്ലാം നശിപ്പിക്കും നമ്മളുടെ പ്രാക്ടീസിങ് ഡിവോട്ടീസിൽ. എക്സെപ്റ്റ് ഒരു കർമ്മം. എന്താണ്? ഏത് കർമ്മം നശിപ്പിക്കില്ല ഭഗവാൻ? സഞ്ചിത കർമ്മം അല്ല. ഏത് കർമ്മം നശിപ്പിക്കില്ല? അകർമ്മം. അത് കർമ്മഫലം ഉണ്ടാവില്ലല്ലോ. അകർമ്മത്തില് കർമ്മഫലമില്ല, അത് നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അകർമ്മം എന്ന് പറഞ്ഞാൽ പ്രാരാബ്ധ കർമ്മം. ഓക്കെ. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ സ്റ്റോക്കാണ്. പല ജന്മങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ കർമ്മഫലമാണ് സ്റ്റോക്കായിട്ട്, വിത്തിന്റെ രൂപത്തിൽ നമ്മൾ കൊണ്ട് നടക്കുന്നതാണ്. പക്ഷെ ആ സ്റ്റോക്കിൽ നിന്ന് കുറച്ച് വിത്തുകള് അത് മുളച്ചിട്ടുണ്ട്, അത് ചെടിയായിട്ടുണ്ട്, ചിലതെല്ലാം മരങ്ങളായിട്ടുണ്ട്, ചിലതെല്ലാം കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കായ്ക്കുന്ന ഫലങ്ങൾ നമ്മൾ അനുഭവിച്ച് തീർത്തേ പറ്റൂ. അതിനാണ് പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത്. ക്രിയമാനാണ് കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജന്മത്തിൽ, ഈ ലൈഫിൽ ചെയ്യുന്ന കർമ്മം ഫ്യൂച്ചർ സീഡ്സ് ആയിട്ട് വരും. അപ്പോൾ സഞ്ചിത കർമ്മവും ക്രിയമാനാണ് കർമ്മവും ആഗമകർമ്മം എല്ലാം നശിപ്പിക്കും. പ്രാരാബ്ധ കർമ്മം നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആയിട്ടുള്ള നമ്മൾ ശുദ്ധഭക്തന്മാരും അല്ല, അഭക്തന്മാരുമല്ല. നമുക്ക് ഭൗതിക തലത്തിലുള്ള ആ എല്ലാ കംഫർട്ടും വേണം, അതേസമയം തന്നെ നമുക്ക് ഭക്തിയും പ്രാക്ടീസ് ചെയ്യണം. നമ്മള് രണ്ട് തോണിയിൽ കാലിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. പൂർണ്ണ ഭക്തന്മാരുമായിട്ടില്ല, എന്നാൽ ഭൗതിക തലത്തിലുള്ള ആ സുഖഭോഗങ്ങള് നമ്മൾ ത്യജിച്ചിട്ടുമില്ല. അപ്പോ നമ്മൾ പൂർണ്ണമായിട്ടും ഭൗതിക ലോകത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടും ഭഗവാനോട് അറ്റാച്ചും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ഭഗവാൻ ഇൻസ്പയർ ചെയ്യും ഫ്രം വിത്തിൻ പരമാത്മാവായിട്ട്. നോൺ ഡിവോട്ടീസിനെ അതും ചെയ്യില്ല. നോൺ ഡിവോട്ടീസിനെ പ്രകൃതിയുടെ നിയമത്തിന് വിട്ടുകൊടുക്കും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് തെറ്റാണ്, ഓക്കെ, അവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ അത് മറന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും ഓക്കെ, നമ്മളുടെ ആ ഒരു ഭൗതിക സുഖം ഇതിലാണെന്ന് വിചാരിച്ച ഭഗവാന്റെ ആ ഇൻസ്പിറേഷനെ മറികടന്ന് നമ്മൾ ഭൗതിക സുഖത്തിന് വേണ്ടി പോകും. അതാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ ഭക്തന്മാരെ
എങ്ങനെയെങ്കിലും ഭഗവാൻ രക്ഷിക്കുന്നുള്ള, സംരക്ഷിക്കും ഭഗവാന്റെ ഭക്തന്മാരെ. ജയാനന്ദ പ്രഭു പറഞ്ഞൊരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു പ്രഭുപാദരെ. ഏർലി ഡിസൈപ്പിൾസ് ആണ്. വളരെ ഹംബിൾ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിവോട്ടി ആയിരുന്നു. ഓക്കെ, ആർക്കെങ്കിലും അറിയോ ജയാനന്ദ പ്രഭുവിനെ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? അദ്ദേഹം 1967 അമേരിക്കൻ ഡിവോട്ടിയാണ്. സാൻ ഫ്രാൻസിസ്കോയിലാണ് പ്രഭുപാദരെ ഈ മൂവ്മെന്റിൽ ചേർന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഹംബിൾ ആയിട്ടുള്ള ഡിവോട്ടിയാണ്. അദ്ദേഹം ബേസിക്കലി ഒരു എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ ഈ ഇസ്കോൺ ചേർന്ന ശേഷം ഈ 9 to 5 ജോബ് ചെയ്യുമ്പോൾ സേവനം ചെയ്യാൻ, അതായത് ടെമ്പിളിൽ സേവനം ചെയ്യാൻ സമയം കിട്ടുന്നില്ല പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ട് ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാം. ടാക്സി ഡ്രൈവർ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാമല്ലോ. അപ്പോൾ അദ്ദേഹം കിട്ടുന്ന പൈസ മുഴുവനെ പ്രഭുപാദിക്ക് കൊടുക്കും. ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യ എന്ന ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രഭുപാദയ്ക്ക് $5,000 അന്നത്തെ കാലത്ത് 1970s പ്രഭുപാദിക്ക് ഡൊണേഷൻ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇവിടെ ഫുൾ ടൈം ഡിവോട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ട്, കംപ്ലീറ്റ് എമൗണ്ട് ചെക്ക് എഴുതി പ്രഭുപാദയ്ക്ക് കൊടുത്തു. ഫുൾ എമൗണ്ട്, ഒരു പൈസ. എന്നിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്തു, ഒരു പൈസ ബാക്കി വെച്ചില്ല. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കും, രാത്രി 12 മണി വരെ ജോലി ചെയ്യും. 3 മണിക്ക് എഴുന്നേറ്റ് അതായത് മംഗളാർത്തി കാര്യങ്ങളിൽ ഏർപ്പെട്ട് എല്ലാവരെയും സേവിക്കും, എല്ലാവരെയും സേവ ചെയ്യും. വളരെ സെൽഫ്ലെസ് സർവീസ് ആയിരുന്നു അദ്ദേഹം. എന്നിട്ട് അമ്പലത്തിലത്തെ എല്ലാ സേവയും കഴിഞ്ഞിട്ട് അവിടെ എന്താ പറയുക, പ്രസാദം ഉണ്ടാക്കാനുള്ള എല്ലാ സേവ ചെയ്യും. ഗാർബേജ് എല്ലാം കൊണ്ടേ കളയും. മറ്റുള്ള ഭക്തന്മാർക്ക് എന്തെല്ലാം ആവശ്യം അതെല്ലാം ചെയ്തു കൊടുക്കും. എന്നിട്ട് ടാക്സി ഓടിക്കാൻ പോകും. ടാക്സി ഓടിച്ച് കിട്ടുന്ന പൈസ മുഴുവൻ പ്രഭുപാദിക്ക് വന്ന് കൊടുക്കും. അദ്ദേഹത്തിന്റെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ധോത്തി കുർത്ത 2 പിന്നെ പാൻസും ഷർട്ടും അത് 2. പുറമെ ടാക്സിയിൽ പോകുമ്പോൾ അങ്ങനെയുള്ള പാൻറ്റും ഷർട്ടിടും. അതും ചിലതൊക്കെ കീഴിയതായിരുന്നു. എന്നാലും അദ്ദേഹം സ്വയം പൈസ ചെലവാക്കില്ല സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്. അത്രയും ഹമ്പിളായിട്ടുള്ള ഒരു ഡിവോട്ടിയാണ്. രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് കിച്ചണിലെ എല്ലാ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത്, ടെമ്പിളെല്ലാം ക്ലീൻ ചെയ്ത്, ഗാർബേജ് എല്ലാം കൊണ്ടേ കളഞ്ഞു. പിന്നെ വീണ്ടും രാവിലെ എഴുന്നേറ്റു, ചാൻഡിങ് ചെയ്യും, മംഗളാർത്തിയിൽ അറ്റൻഡ് ചെയ്യും, മറ്റുള്ള സേവകളിൽ ഏർപ്പെടുത്തും. ഒരാളോടും കയർത്ത് പറയില്ല. പിന്നെ ആദ്യത്തെ ഡിവോട്ടി ആയിരുന്നു സാൻ ഫ്രാൻസിസ്കോയിലെ രഥയാത്ര തുടങ്ങാൻ. രഥയാത്ര, അദ്ദേഹം ഒരു എഞ്ചിനീയറുമാണ്. അപ്പൊ രഥയാത്രക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ജഗന്നാഥിന്റെ മേഴ്സി ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ രഥം ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് രഥയാത്ര 1970s സാൻ ഫ്രാൻസിസ്കോയിൽ നടന്നു. അതിനുശേഷമാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയത്. അപ്പോൾ പ്രഭുപാദിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഡിസൈപ്പിൾ ആയിരുന്നു ഈ ജയാനന്ദ പ്രഭു. അപ്പോൾ 1967 ജോയിൻ ചെയ്തത്. 1977 പ്രഭുപാദയുടെ ഡിസപ്പിയറൻസിന് മുമ്പേ അദ്ദേഹത്തിന് ദേഹം വെടിയേണ്ടി വന്നു. കാരണം ക്യാൻസർ ആയിരുന്നു. 34ാമത്തെ വയസ്സിൽ അദ്ദേഹം ദേഹം വെടിഞ്ഞു. അപ്പോൾ പ്രഭുപാദ പറയുന്നു, ജയാനന്ദ ഈസ് എ സെയിന്റ്, ഹി ഹാസ് ഗോൺ ബാക്ക് ഹോം, ബാക്ക് ടു ഗോഡൻ. അദ്ദേഹം ഭഗവത് ധാമിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു സെയിൻലി പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാ രഥയാത്രയിലും രഥത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇത് ഒരു മെമ്മോറിയൽ സമാധി മായാപൂരില് രാജാപൂർ ജഗന്നാഥ് ടെമ്പിളിലുണ്ട്. GBC അഗ്രി ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ സമാധി അവിടെ മായാപൂരിലുണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു ഡിവോട്ടി, ഓക്കെ, ഒരു വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള സേവ ചെയ്തിരുന്ന ഒരു ഡിവോട്ടിയാണ്. അപ്പൊ ഭഗവാൻ തന്റെ ഭക്തന്മാർക്ക് വേണ്ടപ്പെടുന്ന ആൾക്കാരെയും വളരെ നന്നായിട്ട് സഹായിക്കുമെന്ന് പറയാൻ കാരണം 2007 ഹരിബോൾ 2007 ഒരു ഡിവോട്ടി ഇരുന്നു, കാളിന്തി മാതാജി പറഞ്ഞൊരു, കാളിന്തി ദേവിദാസി പറഞ്ഞൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു. ആ മാതാജി ഹോസ്പിസിലാണ് ജോലി ചെയ്യുന്നത്. ഹോസ്പിസും ഹോസ്പിറ്റലും തമ്മിൽ എന്താണ് വ്യത്യാസം?
എന്താണെന്നറിയോ? നേഴ്സായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ഹോസ്പിസ് പറഞ്ഞാൽ ടെർമിനൽ ഇൽനെസ് ഉള്ളത്, മാരക രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ള ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരില്ല. അവിടെ അവരുടെ ആ ജീവൻ പോകുന്നവരെ ആ ഹോസ്പിറ്റലായിരിക്കും. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു കാളിന്തി ദേവിദാസി, കാളിന്തി മാതാജി ഒരു ദിവസം വിചാരിച്ചു, ഞാൻ എന്തിനാണ് അങ്ങനെ ഈ കർമ്മി ഡ്രസ്സിൽ പോയിട്ട് ജോലി ചെയ്യുന്നത്? ഞാൻ ഇന്ന് വൈഷ്ണവ ഡ്രസ്സിൽ പോവാം. വൈഷ്ണവ തിലക്കും സാരിയും പിന്നെ കണ്ടിമാലിയും ഒക്കെ കാണിച്ചിട്ട് അങ്ങനെ വൈഷ്ണവ ഡ്രസ്സിൽ പോയി. അപ്പോൾ ഒരു എൽഡേർലി ലേഡി, ഒരു എൽഡേർലി മാതാജിയാണ് അവർ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഇവരുടെ തിലക്കും കണ്ടിമാലയും ഒക്കെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, യു ആർ ഹരേ കൃഷ്ണ? യെസ്, ഞാൻ ഹരേ കൃഷ്ണനാണ്. അപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ അവർക്കും വളരെ താല്പര്യമുണ്ട് ഹരേ കൃഷ്ണ എന്ന് മനസ്സിലാക്കിയപ്പോൾ എപ്പോഴും അവരോട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ പറയും, അതിനുള്ള കഥകളെ പറ്റി പറഞ്ഞു കൊടുക്കും. അങ്ങനെ വളരെ നന്നായിട്ട് അവർക്ക് സേവ ചെയ്യാൻ തുടങ്ങി. വളരെ വളരെ താല്പര്യമായിരുന്നു ഈ മാതാജിക്ക്, എൽഡേർലി മാതാജിക്ക്. അപ്പൊ ഈ മാതാജി കുറച്ച് ദിവസം, ടെർമിനൽ ഇൽനെസ് ഉള്ള മാതാജിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരധികം മണിക്കൂർ ജീവൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇവർ ഭഗവത്ഗീത വായിക്കലും നാമം ചൊല്ലിക്കൊടുക്കലും പിന്നെ തുളസി, ഗംഗാജലം ഇതെല്ലാം കൊടുക്കുന്നു. അന്ന് ആ മാതാജി ദേഹം വെടിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഈ മാതാജിയുടെ മകളും കൊച്ചുമോനും അവിടെ വന്നു. അപ്പൊ ഈ നേഴ്സ് മാതാജി, അതായത് കാളിന്തി മാതാജിയെ കണ്ടപ്പോൾ ചോദിച്ചു, യു ആർ ഹരേ കൃഷ്ണ? അപ്പൊ ആരാണ് ചോദിച്ചു. അപ്പോൾ ഞങ്ങളും ഹരേ കൃഷ്ണ, എൻ്റെ ബ്രദറ് ഹരേ കൃഷ്ണനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു ജയാനന്ദ പ്രഭു. അപ്പോഴാണ് മാതാജിക്ക് മനസ്സിലായത്, ഓ ദിസ് ഗ്രേറ്റ് സെയിന്റ്ലി പേഴ്സണാലിറ്റി ജയാനന്ദ പ്രഭു. 2007 അദ്ദേഹത്തിന്റെ അമ്മയാണ് ഈ മാതാജി ശുശ്രൂഷിച്ചത്. ആലോചിച്ച് നോക്കൂ, ഭഗവാൻ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. അതായത് ആ തൻ്റെ വീട്ടിലെ അങ്ങനെ ഒരു സെയിൻലി പേഴ്സണാലിറ്റി, ഒരു പ്യുവർ ഡിവോട്ടി ജനിച്ചുകൊണ്ട് ആ അമ്മ ഭക്ത അല്ലായിരുന്നു കൊണ്ടും ആ സമയത്ത് ദേഹം വെടിയുന്ന സമയത്ത് ഒരു ഡിവോട്ടിയുടെ ശുശ്രൂഷ, ഹരിനാമം കേൾക്കാനും ഗംഗാജലം തുളസി ഇതെല്ലാം കിട്ടാനുള്ള ഭാഗ്യം ആ മാതാജിക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ഒരു മകനെ പ്രസവിച്ച് ഒരു ശുദ്ധ ഭക്തൻ വീട്ടിലുണ്ടായത് കൊണ്ടാണ്. അപ്പൊ ഭഗവാൻ എന്താണ് പ്ലാൻ, ഭഗവാന്റെ പ്ലാന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ശുദ്ധ ഭക്തന്മാരെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഭഗവാൻ ഡയറക്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ ഭീഷ്മ പിതാമഹൻ പറയുന്നത് ശുദ്ധ ഭക്തനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഡയറക്ട്ലി ഭഗവാനാണ്. അഭക്തന്മാരെ പ്രകൃതിയും പ്രാക്ടീസിങ് ഡിവോട്ടീസ്, നമ്മളെല്ലാം പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. അപ്പോൾ നമുക്ക് കഷ്ടപ്പാട് തരും. അപ്പൊ ഈ കഷ്ടപ്പാട്, അതായത് ഇത്രയും അന്യായം എല്ലാം സഹിച്ചു. ഇതിന്റെ മുമ്പത്തെ ഇതിൽ പറയുന്നുണ്ട്, എന്തൊരു അന്യായമാണ് നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നത് എന്ന് ഭീഷ്മ പിതാമഹൻ പറയുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഇതെല്ലാം സഹിക്കേണ്ടി വന്നു. എന്ത് കാരണമാണ്? അവരുടെ കർമ്മഫലമല്ല, ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ്, ഭഗവാന്റെ പ്ലാനാണ് എന്നാണ് ഇവിടെ ഭീഷ്മ പിതാമഹൻ പറയുന്നത്. അതുകൊണ്ട് അനാഥനായിട്ടുള്ള പ്രജകളെ സംരക്ഷിക്കേണ്ട ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം യുധിഷ്ഠ എന്നാണ് പറയുന്നത്. ഇപ്പൊ പുറപ്പെട്ട് നോക്കാം. The popular saying is that a housewife teaches the daughter-in-law by teaching the daughter. ഇപ്പൊ ഒരു വലിയൊരു പ്രഭുപാദം എപ്പോഴും പറയുന്നതാണ്, അതായത് ഒരു വീട്ടമ്മ തൻ്റെ മരുമകളെ എങ്ങനെയാ പഠിപ്പിക്കുക? മകളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ, മരുമകള് സാധാരണ സമയത്ത് എഴുന്നേൽക്കുന്നില്ല. അപ്പോ ഡയറക്റ്റ്ലി വേറൊരു കുടുംബത്തിൽ നിന്ന് വന്നാണ്. അവർക്ക് വേറൊരു കുടുംബത്തിൽ നിന്ന്, വേറൊരു പരിസ്ഥിതി, വേറൊരു എൻവയോൺമെന്റ്, വേറൊരു അറ്റ്മോസ്ഫിയർ എന്ന ആ മരുമകളെ ചീത്ത പറഞ്ഞാൽ, ശകാരിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർക്ക് വിഷമം വരും. അതുകൊണ്ട് തൻ്റെ മകളെ പഠിപ്പിച്ച്, തൻ്റെ മകൾ മുഖേന അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. So the popular saying is that a housewife teaches the daughter-in-law by teaching the daughter. Similarly, the Lord teaches the world by teaching the devotee. അതേപോലെ തൻ്റെ മറ്റുള്ളവരെ, സാധാരണ ആൾക്കാർ, സാമാന്യ ജനങ്ങളെ ഭക്തന്മാരെ ത്രൂ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. The devotee does not have to learn anything from the Lord because the Lord teaches the sincere devotee always from within.
ഭക്തന്മാർക്ക് ഒന്നും പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഭക്തന്മാരുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിൽ തന്നെ വേണ്ടുന്ന എല്ലാ അറിവും ജ്ഞാനവും ആ ഡിവോട്ടീസ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. Whenever therefore a show is made to teach the devotee, as in the case of the teachings of Bhagavad Gita, it is for the teaching the less intelligent man. അതേപോലെ തന്നെ അർജുനനെ ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശം പറഞ്ഞു കൊടുക്കുന്നതും ആക്ച്വലി അർജുനന് ഇതെല്ലാം അറിയാം. അർജുനന് ഇതെല്ലാം അറിയാം. അർജുനനെ അങ്ങനെ അറിവില്ലാത്ത ഒരാളായിട്ട് അവിടെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അർജുനൻ മുഖേന നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഈ ഉപദേശം തരാൻ വേണ്ടിയിട്ടായിരുന്നു. എ ഡിവോട്ടീസ് ഡ്യൂട്ടി therefore is to ungrudgingly accept tribulations from the Lord as a benediction. അപ്പോ ഒരു ഭക്തനാണെങ്കിൽ ഭഗവാൻ തരുന്ന കഷ്ടപ്പാട് നമ്മള് യാതൊരു സംശയം കൂടാതെ അത് ഏറ്റുവാങ്ങണം. കാരണം ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ, അതായത് ഒരു ഡിവോട്ടിയെ ഉപകരണമാക്കുന്നു, ഒരു ഇൻസ്ട്രുമെന്റ് ആക്കുന്നു. അതൊരു നമ്മളുടെ ഒരു അനുഗ്രഹമായിട്ട് കാണണം. കാരണം ഭഗവാൻ നമ്മളെ, അതായത് ഒരു ഡിവോട്ടിയെ അതിന് ഉപകരണമാക്കി, അപ്പോൾ അതിന് നമ്മളെ യോഗ്യനാക്കി എന്ന് നമ്മൾ കരുതണം. ഒരു ഡിവോട്ടി കരുതണം. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധ ഭക്തൻ. The Pandavas were advised by Bhishma Deva to accept the responsibility of administration without hesitation. അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജനോട് പറയുന്നു ഭീഷ്മദേവൻ ആരാണ്? മഹാജനം. ഓക്കെ, 12 മഹാജനങ്ങളുടെ ഒരു പ്രധാന വ്യക്തിയാണ് ഭീഷ്മദേവൻ. അപ്പോ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല, നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിയല്ല, ഒരു ശുദ്ധ ഭക്തനാണ്. ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് ആ ശരശയ്യയിൽ അവിടെ വന്ന് കിടക്കുന്നത്. അതിന് ഭഗവാന്റെ പ്ലാനാണ്. യുധിഷ്ഠിര മഹാരാജാവിന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭീഷ്മ പിതാമഹൻ. ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ പറയുന്നത് ദ പാണ്ഡവാസ് വെർ അഡ്വൈസ്ഡ് ബൈ ഭീഷ്മദേവ ടു അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ വിതൗട്ട് ഹെസിറ്റേഷൻ. അതുകൊണ്ട് ഭീഷ്മ പിതാമഹൻ പറയുന്നത് യുധിഷ്ഠിര മഹാരാജനോട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇത് അങ്ങയുടെ ദൗത്യമാണ്. അങ്ങയെ ഒരു ഉപകരണമായിട്ട്, ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഭഗവാൻ യൂസ് ചെയ്യുന്നതാണ്, അല്ലാണ്ട് അങ്ങയുടെ തെറ്റല്ല. എന്താണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നത്? വിപ്രധർമാച്യുത ആശ്രയ, അല്ലേ? അതായത് യുധിഷ്ഠിര മഹാരാജ്, വിപ്ര എന്ന് പറഞ്ഞ വൈഷ്ണവന്മാര്, ബ്രാഹ്മണന്മാര്, ധർമ്മം, റിലീജിയസ്ലി ധർമ്മം, അച്യുത ഭഗവാൻ കൃഷ്ണൻ, അവരെ ആശ്രയിച്ചിട്ടാണ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്, അല്ലേ? ഇതെല്ലാം ഭഗവാന്റെ സമ്മതത്തോടു കൂടി ചെയ്തതാണ്, അല്ലാണ്ട് വിംസിക്കലി അവരുടെ ഇഷ്ടപ്രകാരമല്ല ചെയ്തിരിക്കുന്നത്. പാണ്ഡവന്മാര് സ്വന്തം തീരുമാനിച്ചതല്ല. ഒരുപാട് കോംപ്രമൈസിന് വേണ്ടിയിട്ട് അവർ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ കോംപ്രമൈസിന് ദുര്യോധനാദികള് തയ്യാറായിരുന്നില്ല. അപ്പോ ഭഗവാനോട് കൺസൾട്ട് ചെയ്തിട്ട്, ബാക്കി പ്രധാനപ്പെട്ട എല്ലാവരോടും കൺസൾട്ട് ചെയ്തിട്ട് എല്ലാ വാദികളും അടഞ്ഞപ്പോഴാണ് യുദ്ധം തുടങ്ങിയത്. അപ്പോ യുധിഷ്ഠിര മഹാരാജന് പാണ്ഡവന്മാർക്ക് എന്താണ്, ധർമ്മത്തിന്റെയും വൈഷ്ണവന്മാരുടെയും ഭഗവാന്റെയും അവരുടെ സമ്മതം ഉണ്ടായിരുന്നു, അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ ചെയ്തത് യാതൊരു തെറ്റുമില്ല, അതുകൊണ്ട് വ്യാകുലപ്പെടണ്ട, വിഷമപ്പെടണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രജകളെ സംരക്ഷിക്കൂ, രാജഭരണം ഏറ്റെടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. So the poor subjects were without protection due to the battle of Kurukshetra, and they were awaiting the assumption of power by Maharaja Yudhishthira. അതായത് ഒരു രാജ്യത്ത് രാജാവില്ലെങ്കിൽ എന്താണ് സ്ഥിതി നമുക്കറിയാം, അല്ലേ? ഇപ്പൊ റീസെന്റ് നടക്കുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന അവിടെ അരാജകത്വം, രാജാവില്ല, ആരും അധികാരികളില്ല, അതേപോലെ ആയിത്തരും. ഇപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് രാജഭരണം ഏറ്റെടുക്കൂ, ആ അനാഥരായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കൂ എന്നാണ് പറയുന്നത്. A pure devotee of the Lord accepts tribulations as favors from the Lord. Since the Lord is absolute, there is no mundane difference between the two. അതായത് ഭഗവാന്റെ ട്രിബുലേഷൻസ്, അതായത് ഭഗവാൻ ഡിവോട്ടീസ് കൊടുക്കുന്ന കഷ്ടപ്പാടുകൾ, അത് എന്തിനു വേണ്ടിയിട്ട്? ഫോർ എ ഹയർ റീസൺ. ആക്ച്വലി അതൊരു കഷ്ടപ്പാട് എക്സ്റ്റേണലി നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ആക്ച്വലി ഡിവോട്ടീസിന് അത് കഷ്ടപ്പാടല്ല.
ഹരിദാസ് ഠാക്കൂർ 22 മാർക്കറ്റ് പ്ലേസിലാണ് നവാബ് ഹുസൈൻ ഷായുടെ ആൾക്കാരെ ശിക്ഷിച്ചത്. പക്ഷെ ഈ ശിക്ഷയെല്ലാം അദ്ദേഹത്തിന് ആക്ച്വലി കഷ്ടപ്പാട് കൊണ്ടാക്കിയോ ഇല്ല. ചൈതന്യ മഹാപ്രഭു പിന്നീട് പറയുന്നുണ്ട്, ഞാനാണ് ഇതെല്ലാം ഈ ചാട്ടവാറോടുള്ള അടികളെല്ലാം ഏറ്റെടുത്ത് ചൈതന്യ മഹാപ്രഭു തൻ്റെ മുതു കാണിച്ചു കൊടുക്കാണ്. അതിന്റെ പാടുകളെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ അത് ആയതൊരു ഭക്തനെ സംരക്ഷിക്കും, ഭക്തനെ ഇൻസ്ട്രുമെന്റ് ആക്കുന്നു മറ്റുള്ളവരെ എൻലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ ഭീഷ്മ പിതാമഹൻ പറയുന്നത്. ധർമ്മരാജാവ് യമരാജാവിന്റെ അംശമാണ്, പുത്രനാണ്, ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. പക്ഷെ ഈ പെർട്ടിക്കുലർ സമയത്ത് ഇങ്ങനൊരു സിറ്റുവേഷനിലെ ധർമ്മപുത്രനെ അതല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവിനെ കൊണ്ടുവന്നിട്ടത് ഭഗവാന്റെ ഇച്ഛയാണ്. അതായത് ഭഗവാൻ സ്വയം ഉപദേശം കൊടുത്തു, അത് കേട്ടില്ല, അതിനോട് സംതൃപ്തനായില്ല. വ്യാസദേവൻ ശ്രമിച്ചു, ധൗമ്യൻ ശ്രമിച്ചു, എന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു തൃപ്തി വരില്ല. എന്നിട്ടാണ് ഭീഷ്മ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. അപ്പോ ഈ ഭീഷ്മ പിതാമഹൻ അതിന് ഒരു കാരണമാവട്ടെ, അദ്ദേഹം ഒരു മഹാജനമാണ്, അദ്ദേഹത്തിന് ക്രെഡിറ്റ് പോകട്ടെ എന്നാണ് ഭഗവാൻ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ഭഗവാന്റെ പ്ലാനാണ്. ഇതാണ് അടുത്ത ശ്ലോകം 18. യേശ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിസു. യേശ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിസു. റിസൈറ്റ് ആരെങ്കിലും? ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ ശ്രീകൃഷ്ണൻ ഭാവനാതീതനായ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷൻ അല്ലാതെ മറ്റാരുമല്ല. ആദിനാരായണനും പരമാസ്വാദകനും അദ്ദേഹമാകുന്നു. എന്നാൽ സ്വസൃഷ്ടിതമായ ശക്തിയാൽ നമ്മെ വിഭ്രമിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വൃഷ്ണികുലത്തിൽ നമ്മളിൽ ഒരുവനെ പോലെ ചരിക്കുന്നു. ഹരേ കൃഷ്ണ. Very good. This Sri Krishna is no other than the inconceivable original personality of Godhead. ഇവിടെ ഭീഷ്മദേവൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരാണ്, ഈ കൃഷ്ണൻ, ഈ ശ്രീകൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയല്ല, സ്വയം ഭഗവാനാണ്. ഏതേച്ചാംസ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. സ്വയം പരമ ദിവ്യോത്തമ പുരുഷൻ, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. നോ അതർ ദാൻ ദ ഇൻകൺസീവബിൾ ഒറിജിനൽ പേഴ്സണാലിറ്റി. നമുക്ക് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, ഇൻകൺസീവബിൾ ആണ്. ഭഗവാന്റെ ലീലകള് ഇൻകൺസീവബിൾ ആണ്. നമ്മളുടെ ഈ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളുടെ ലോജിക്കിനും അപ്പുറത്താണ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഇന്റലിജൻസ് ആരാണ് തന്നിരിക്കുന്നത്? ഭഗവാൻ തന്നെയാണ് അല്ലേ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തഃ സ്മൃതി ജ്ഞാനം അപോഹനം ച. ഇതെല്ലാം ഭഗവാൻ കിട്ടിയിരിക്കുകയാണ്. ഭഗവാൻ എത്ര നമുക്ക് ബുദ്ധിയും ആ സ്മൃതിയും എല്ലാം തന്നുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ ഭഗവാൻ തന്നിട്ടുള്ള ആ ബുദ്ധി എത്രത്തോളം ഉണ്ട്, നമ്മളുടെ തീർച്ചയായിട്ടും നമ്മളുടെ ആ കർമ്മഫലം അനുസരിച്ച് നമ്മളുടെ ബുദ്ധി കൂടുതലും കുറവായിട്ടിരിക്കും. അതെല്ലാം ഭഗവാൻ തരുന്നതാണ്. അപ്പോ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇൻകൺസീവബിൾ ആയിട്ടുള്ള ആ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബ്രഹ്മാവ് പറയുന്നുണ്ട്, അതായത് ഭഗവാന്റെ ലീലകള് അനന്തമാണ്. നമുക്ക് വളരെ കുറച്ച് ലീലകൾ അറിയുള്ളൂ അല്ലെ. അനന്തമാണ്, അതിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. നമ്മളൊരു സമുദ്ര തീരത്ത് പോയിട്ട് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ തിരമാലകൾ എണ്ണാൻ പറ്റുമോ? അത് പിന്നെയും എണ്ണാൻ പറ്റുമായിരിക്കും, പക്ഷെ ഭഗവാന്റെ ലീലകളെ നമുക്ക് എണ്ണാൻ പറ്റില്ല. അത്രയും അനന്തമാണ് ഭഗവാന്റെ ലീലകള്. സമുദ്ര തീരത്തിലുള്ള ആ മണൽത്തരികൾ നമുക്ക് എണ്ണാൻ പറ്റും, പക്ഷെ ഭഗവാന്റെ ലീലകൾ എണ്ണാൻ പറ്റില്ല. ബ്രഹ്മാവ് പറയുന്നത്
ഒരു കാലത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എത്ര ആറ്റംസ് ഉണ്ട് അത് ചിലപ്പോൾ എണ്ണി തീർക്കാൻ പറ്റും. പക്ഷെ ഭഗവാന്റെ ലീലകളെ എണ്ണി തീർക്കാൻ പറ്റില്ല. അപ്പോ ഈ കാണുന്ന ശ്രീകൃഷ്ണൻ സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം ആരാണ്? പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണെന്നാണ് ഇവിടെ ഭീഷ്മ പിതാമഹൻ പറയുന്നത്. ഈസ് ദ ഫസ്റ്റ് നാരായണ. നാരായണന്റെ സ്രോതസ്സാണ്. നാരായണനല്ല, നാരായണന്റെ ഉദ്ഭവം. അവതാരമല്ല, അവതാരി. നാരായണൻ എന്നുള്ള അത് പറഞ്ഞാൽ നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ എക്സ്പാൻഷന്റെ എക്സ്പാൻഷനാണ് നാരായണൻ. അങ്ങനെ അംശത്തിന്റെ അംശം. അപ്പോ നാരായണന്റെ സ്രോതസ്സാണ്, ആ ഉത്ഭവസ്ഥാനമാണ്. സുപ്രീം എൻജോയർ എന്ന് പറഞ്ഞാൽ ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം, അല്ലെ? ഭോക്ത, എല്ലാറ്റിന്റെയും ഭോക്ത, അതായത് എൻജോയർ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്, യജ്ഞപുരുഷനാണ്. ബട്ട് ഹി ഈസ് മൂവിങ് എമംഗ്സ് ദ ഡിസെൻഡൻസ് ഓഫ് കിങ് വൃഷ്ണി ജസ്റ്റ് ലൈക്ക് വൺ ഓഫ് us. അപ്പോ അദ്ദേഹം ഇവിടെ കളിച്ചു നടക്കുന്നു വൃഷ്ണി കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ വ്യക്തിയെ പോലെ. അപ്പൊ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഭീഷ്മ പിതാമഹൻ പറയുന്നത്. ആൻഡ് ഹി ഈസ് ബിവൽഡറിങ് us വിത്ത് ഹിസ് സെൽഫ് ക്രിയേറ്റഡ് എനർജി. അദ്ദേഹം നമ്മളെ മോഹത്തിലിടാണ്, നമ്മളെ ഭ്രമത്തിലാക്കുകയാണ്. അദ്ദേഹത്തിന്റെ സെൽഫ് ക്രിയേറ്റഡ് എനർജി. എന്താണ് സെൽഫ് ക്രിയേറ്റഡ് എനർജി എന്ന് പറഞ്ഞാൽ? യോഗമായ പൊട്ടൻസി, ഇന്റേണൽ പൊട്ടൻസി കൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ അന്തരാംഗ ശക്തിയുടെ കൊണ്ട് നമ്മളെ എല്ലാം ഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എന്താണ് നമ്മളെ ഭ്രമിപ്പിക്കുന്നത്? നമ്മള് ആ ഭഗവാനെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണുന്നു. അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം മാനുഷ്യം തനുമാശ്രിതം അഹം ഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം, അല്ലെ? അപ്പൊ ഇത് സാധാരണ ആൾക്കാര്, വിഡ്ഢികളായിട്ടുള്ള ആൾക്കാര്, ഇന്റലിജന്റ് ആൾക്കാരെ വിചാരിക്കുന്നു ഈ ശ്രീകൃഷ്ണ ഭഗവാൻ സാധാരണ ഒരു വ്യക്തിയാണ്, അദ്ദേഹം നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിയാണ്. അല്ല എന്നാണ് ഭീഷ്മ പിതാമഹൻ ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ യോഗമായ ശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ ഐശ്വര്യം ഭഗവതത്തിനെ മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിഡ്ഢികളായിട്ടുള്ള നമുക്ക് അദ്ദേഹത്തിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭഗവതത്തിനെ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. So the Vedic system of acquiring knowledge is the deductive process. The Vedic knowledge is received perfectly by disciplic succession from authorities. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഈ ജ്ഞാനം 3 തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യക്ഷ പ്രമാൺ, അനുമാൻ പ്രമാൺ ആൻഡ് ശബ്ദ പ്രമാൺ. ഓക്കെ, ആ ശബ്ദ പ്രമാൺ അതിനാണ് എന്താണ് ഡിഡക്റ്റീവ് നോളജ് പറയുന്നത്. പരമ്പരാഗതമായി കിട്ടുന്ന ആ ജ്ഞാനത്തിനാണ് ഡിസെൻഡിങ് നോളജ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് നോളജ് എന്ന് പറയുന്നത്, അല്ലെ? ഇത് ഗുരു പരമ്പരയിൽ നിന്ന്, അതോറിറ്റീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ഭഗവാന്റെ 4 സമ്പ്രദായങ്ങളുടെ ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാർ സമ്പ്രദായം ആൻഡ് പിന്നെ ശ്രീ സമ്പ്രദായം, അല്ലെ? അപ്പൊ ഈ 4 സമ്പ്രദായത്തിൽ കൂടെ പരമ്പരാഗതമായി കിട്ടുന്ന ആ നോളജാണ് അതായത് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. മറ്റത് അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ജ്ഞാനികള് സ്വന്തം കഴിവുകൊണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, റിസർച്ച് എക്സ്പെരിമെന്റ്, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് അക്വയർ ചെയ്യുന്ന നോളജാണ് അസെൻഡിങ്. അപ്പൊ ഇവിടെ ശരിക്കുള്ള നോളജ്, പ്യുവറായിട്ടുള്ള നോളജ് എങ്ങനെ കിട്ടുന്ന? ഡിഡക്റ്റീവ് നോളജ്, ഡിസെൻഡിങ് നോളജ്, പരമ്പരാഗതമായി കിട്ടുന്ന നോളജാണ് ഇവിടെ പറയുന്നത്. സച്ച് നോളജ് ഈസ് നെവർ ഡോഗ്മാറ്റിക്. അത് പ്രമാണമില്ലാത്തതല്ല ഈ നോളജ്. ഇതെല്ലാം വളരെ ഓത്തന്റിക് ആയിട്ടുള്ള നോളജ് ആണ്. ആസ് ഇൽ കൺസ്യൂം ബൈ ലെസ് ഇന്റലിജന്റ് പേഴ്സൺ. അതായത് ഇതുകൊണ്ടാണ് ബുദ്ധിയില്ലാത്ത ആൾക്കാർ ഇതിനെല്ലാം മിഥ്യ അല്ലെങ്കിൽ മിത്ത് എന്ന് പറയുന്നത്. നമ്മളുടെ വേദാത് പറഞ്ഞാൽ ഇത് ഓത്തന്റിക് ആണ്. ഇതിനെ ആക്സിയോമാറ്റിക് ട്രൂത്ത് പറഞ്ഞാൽ സെൽഫ് പ്രൂവൺ. Hare Krishna. Therefore, the authority is not dogmatic. In the Bhagavad Gita, this truth is confirmed in the 2nd verse of the 4th chapter, and the perfect system of learning is to receive it from authority. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ജ്ഞാനം ഓത്തന്റിക് പ്ലേസ് എന്നായിരിക്കണം, അതോറിറ്റി ആയിരിക്കണം. അതാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. The very same system is accepted universally as truth, but only the false arguer speaks
against it. For example, modern spacecraft fly in the sky. And when scientists say that they travel to the other side of the moon, men believe these stories blindly because they have accepted the modern scientists as authorities. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ എന്താണ് പറയുന്നത് അത് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷെ നമ്മളുടെ വേദങ്ങളെ ഇത് ഡയറക്ട്ലി പ്രമാണമാണ്, ഭഗവാൻ ഡയറക്ട്ലി നമുക്ക് തന്നിരിക്കുന്നതാണ് ഗുരു പരമ്പരയിൽ കൂടെ. അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനെന്ത് പറയുന്നു? അതിനെ മിഥ്യ അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നു. But in the case of the Vedic truths, they have been taught not to believe. Even if they accept them, they give a different interpretation. Each and every man wants a direct perception of Vedic knowledge, but foolishly they deny it. This means that the misguided man can believe one authority, the scientist, but will reject the authority of the Vedas. The result is that the people have degenerated. അപ്പോൾ ശാസ്ത്രലോകം, അതായത് നോൺ ഡിവോട്ടീസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ നമ്മളുടെ വേദങ്ങളെ പുച്ഛിക്കുന്നു, അതിനെ എതിർത്ത് പറയുന്നു, അതിൽ യാതൊരു വാസ്തവുമില്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മളുടെ ഭൗതിക ലോകത്തിലും സ്കൂളിലും കോളേജിലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന എന്താണ്? ഈ മോഡേൺ സയൻസ് ആണ്. മോഡേൺ സയൻസിൽ മിക്ക ശാസ്ത്രജ്ഞന്മാരും സയന്റിസ്റ്റും നോൺ ഡിവോട്ടീസ് ആണ്. വളരെ ഫ്യൂ ഹാൻഡ്ഫുൾ ഓഫ് ഡിവോട്ടി സയന്റിസ്റ്റ് ആണ് ആൾസോ അത്. അപ്പൊ അവർക്കറിയാം അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. Here is an authority speaking about Sri Krishna as the original personality of Godhead and the first Narayana. Okay, ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ഒരു അതോറിറ്റിയാണ് സംസാരിക്കുന്നത്. ആരാണ്? ശ്രീകൃഷ്ണൻ. ആൻഡ് ഈസ് ദ ഒറിജിനൽ നാരായണ, ആദിപുരുഷ, ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എല്ലാ കാരണത്തിന്റെയും കാരണക്കാരനായിട്ടുള്ള ആ ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. ഇവിടെ നിങ്ങളുടെ അടുത്ത് സാധാരണ ഒരു മനുഷ്യനായിട്ട് ഇടപഴകി ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ഭീഷ്മ പിതാമഹൻ. So even such an impersonalist as Acharya Shankara has said in the beginning of his commentation on the Bhagavad Gita that Narayana, the superpersonality of Godhead, is beyond the material creation. Adi Shankaracharyan കൂടി പറഞ്ഞിട്ടുണ്ട് നാരായണ ഈസ് ബിയോണ്ട് ദ മെറ്റീരിയൽ ക്രിയേഷൻ. അതായത് ഈ ഭൗതിക ലോകത്തിലെ ആളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ യൂണിവേഴ്സ് ഈസ് വൺ ഓഫ് ദ മെറ്റീരിയൽ ക്രിയേഷൻസ് ബട്ട് നാരായണ ഈസ് ട്രാൻസെൻഡന്റൽ ടു സച്ച് മെറ്റീരിയൽ പാരഫെർനാലിയ. ഇതാണ് ആദി ശങ്കരാചാര്യനും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭീഷ്മദേവ ഈസ് വൺ ഓഫ് ദ 12 മഹാജനാസ് who know the principles of transcendent knowledge. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈസ് വൺ ഓഫ് ദ 12 മഹാജനാസ്. ഓക്കെ, അപ്പോൾ ഈ ധർമ്മത്തിനെ പറ്റിയിട്ടും ഈ ദിവ്യമായിട്ടുള്ള അറിവിനെ പറ്റിയിട്ടും അദ്ദേഹത്തിന് ശരിക്കും പൂർണ്ണമായിട്ടുള്ള അറിവുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. His confirmation of Lord Sri Krishna's being the original personality of Godhead is also corroborated by the impersonalist Shankara. അപ്പോൾ ഇതിനെ പറ്റിയിട്ടും അതായത് ഈ കൺഫർമേഷൻ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഒറിജിനൽ നാരായണ, ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് ആദി ശങ്കരാചാര്യനും വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പർപ്പോട്ടിൽ ശ്രീ പ്രഭുപാദർ പറയുന്നത്. All other acharyas have also confirmed this statement and thus there is no chance of not accepting Lord Sri Krishna as the original personality of Godhead. അപ്പൊ ഈ ശ്ലോകങ്ങളും ഇനി വരാൻ പോകുന്ന 2-3 ശ്ലോകങ്ങളിലും എല്ലാം ഭീഷ്മ പിതാമഹൻ ശ്രീകൃഷ്ണന്റെ പൊസിഷനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. അതായത് ശ്രീകൃഷ്ണൻ സാധാരണ വ്യക്തിയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വ്യക്തിയല്ല. ഓക്കെ, അതായത് ദുര്യോധനൻ പറയുന്നു ശ്രീകൃഷ്ണൻ അതൊരു കവേർഡ് ബോയ്, ഒരു മായാവി എന്നാ പറയുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാരും വിചാരിക്കുന്നത്. പക്ഷേ ഭീഷ്മ പിതാമഹനും പാണ്ഡവന്മാർക്കും മറ്റുള്ള ശ്രേഷ്ഠ വ്യക്തികൾക്കും എല്ലാം അറിയാം ശ്രീകൃഷ്ണൻ സാധാരണ വ്യക്തിയല്ല. ഹി ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹിംസെൽഫ്. ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്? ഈവൻ ആദി ശങ്കരാചാര്യൻ, ദ അവതാര ലോർഡ് ശിവന്റെ അവതാരമാണ് ആദിശങ്കരൻ. അദ്ദേഹം കൂടിയും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പർപ്പോട്ടിൽ ശ്രീല പ്രഭുപാദർ പറയാണ്. Bhishmadeva says that he is the first Narayana. This is also confirmed by Brahmaji in the Bhagavatam 10.14.14. Okay, Brahmaji എന്താണ് പറയുന്നത്? നാരായണസ്ത്വം നഹി സർവദേഹിനാം ആത്മസി
അതിശാഖില ലോകസാക്ഷി നാരായണോ അംഗം നര ബി ജലായനാഥ് തച്ചാപി സത്യം ന ത്വയവ മായ. ആർ യു നോട്ട് ദ ഒറിജിനൽ നാരായണ? ബ്രഹ്മാവ് ചോദിക്കുകയാണ്. ആർ യു നോട്ട് ദ ഒറിജിനൽ നാരായണ? ഓ സുപ്രീം കൺട്രോളർ, സിൻസ് യു ആർ ദ സോൾ ഓഫ് എവറി എംബോഡിഡ് ബീയിങ് and the eternal witness of all created realms, indeed Lord Narayana is your expansion. ബ്രഹ്മാവ് എന്താണ് പറയുന്നത്? ശ്രീമദ് ഭാഗവതം, ലോർഡ് നാരായണ ഈസ് യുവർ എക്സ്പാൻഷൻ. അപ്പോൾ ലോർഡ് നാരായണന്റെ ഉദ്ഭവം എവിടെ നിന്നാണ് വരുന്നത്? ലോർഡ് ശ്രീകൃഷ്ണനിൽ നിന്നാണ്. ആൻഡ് ഹി ഈസ് കോൾഡ് നാരായണ ബിക്കോസ് ഹി ഈസ് ദ ജനറേറ്റിംഗ് സോഴ്സ് ഓഫ് പ്രൈമൽ വാട്ടർ ഓഫ് ദ യൂണിവേഴ്സ്. അതായത് കാരണസാഗരത്തിന്റെ ഉദ്ഭവസ്ഥാനം, അതേപോലെ ഗർഭോദക ഓഷ്യന്റെ ഉദ്ഭവസ്ഥാനം, ഇതെല്ലാം നാരായണനാണ്. ആ നാരായണന്റെ തുടക്കം അല്ലെങ്കിൽ സ്രോതസ്സാണ് ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ്. ഹി ഈസ് റിയൽ, നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് യുവർ ഇല്യൂഷറി എനർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മായാവാദ ഫിലോസഫി അനുസരിച്ചിട്ട് ലോർഡ് കൃഷ്ണ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മായ. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് ബ്രഹ്മാവ് പറയുന്നുണ്ട്. ഹി ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് യുവർ ഇല്യൂഷറി എനർജി. അതായത് മായയുടെ പ്രൊഡക്റ്റ് അല്ല, മായ ഭഗവാന്റെ അധീനത്തിലാണ്, മായയുടെ മാസ്റ്ററാണ് എന്നാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇംപേഴ്സണൽ സ്കൂൾ ഓഫ് തോട്ട്സ് പഠിപ്പിക്കുന്നത് എന്താണ്? ഭഗവാൻ മായയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ മായയാണ് ടോപ്പ് മോസ്റ്റ് അല്ലെ? പക്ഷെ ഇവിടെ എന്താണ് ബ്രഹ്മാവ് പറയുന്നത്? സ്വയം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. എന്താണ് പറയുന്നത്? മയാധ്യക്ഷേന പ്രകൃതി സൂയത്തെ ചരാചരം ഏതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതി. മയാധ്യക്ഷേന, എൻ്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി നടക്കുന്നത് അല്ലേ? അപ്പോ എൻ്റെ അധ്യക്ഷ പറഞ്ഞ ഭഗവാൻ കൃഷ്ണന്റെ അധ്യക്ഷതയിൽ. അപ്പോ ആ പ്രകൃതിയാണ് മായ. അപ്പൊ ആരാണ് സുപ്പീരിയർ? ഭഗവാൻ അല്ലേ? അപ്പൊ വളരെ ക്ലിയർ ആണത്, വളരെ ക്ലിയർ ആണ്. ഭഗവാനാണ് ദ സുപ്രീം സോഴ്സ്. മായ, എക്സ്റ്റേണൽ എനർജി, ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ സുപ്രീം ലോർഡ്. ഇതാണ് ഭാഗവതം പറയുന്നത്. കൃഷ്ണ is the first Narayana in the spiritual world Vaikunta. There are unlimited numbers of Narayanas who are all the same personality of Godhead. Unlimited. ഒരു നാരായണനല്ല, വൈകുണ്ഠ ലോകത്തില് ഒരുപാട് നാരായണന്മാരുണ്ട്. ഭഗവാന്റെ എക്സ്പാൻഷൻ സെൻസ് നാരായണ. The first form of the Lord Sri Krishna first expands himself as the form of Baladeva. Baladeva expands in so many other forms. ഇതെല്ലാം നമ്മൾ ഒരുപാട് ക്ലാസ്സസിൽ ചർച്ച ചെയ്തിട്ടില്ല. ഭഗവാൻ കൃഷ്ണൻ എക്സ്പാൻഷൻ ചെയ്യുന്നു ബലരാമനായിട്ട്, പിന്നെ ചതുർവ്യൂഹ, പിന്നെ നാരായണ, വീണ്ടും ചതുർവ്യൂഹ, പിന്നെ കാരണോസ വിഷ്ണു, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ഒറിജിനൽ ഈസ് ദ സുപ്രീം ലോർഡ് ശ്രീകൃഷ്ണ എന്നാണ് പറയുന്നത്. ഓൾ ദീസ് എക്സ്പാൻഷൻസ് ആർ വൺ ആൻഡ് ദ സെയിം വിഷ്ണു തത്വ. ഇതെല്ലാം വിഷ്ണു തത്വമാണ്. And Sri Krishna is the original source of all the plenary expansions. He is therefore the direct personality of Godhead. He is the creator of the material world and he is the predominating deity known as Narayana in all the Vaikuntha planets. Therefore, his movements amongst human beings are another sort of bewilderment. അതുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണക്കാരായിട്ട് മനുഷ്യരുടെ ഇടയില് പെരുമാറുമ്പോ അങ്ങനെ സാധാരണക്കാരൻ എന്താ വിചാരിക്കുന്നത്? അദ്ദേഹം നമ്മളുടെ പോലെ ഒരാളാണെന്ന് വിചാരിക്കുന്നു. The Lord therefore says in the Bhagavad Gita that foolish persons consider him to be one of the human beings without knowing the intricacies of his movements. Okay, അതായത് അവജാനന്തി മാമൂഢ എന്നുള്ള ശ്ലോകം. The bewilderment regarding Sri Krishna is due to the action of his twofold internal and external energies upon the third one. എന്താണ് twofold? Internal and external energy, അന്തരാംഗ ശക്തി, ബഹിരാംഗ ശക്തി. upon the third one. എന്താണ് തേർഡ് വൺ? തഥാസ്ഥ ശക്തി, മാർജിനൽ അല്ലെ? നമ്മളെല്ലാം ആ തഥാസ്ഥ ശക്തിയിലാണ്, മാർജിനൽ പൊട്ടൻസിയിലാണ്. നമ്മളെല്ലാം ജീവാത്മാക്കളാണ്. ഭഗവാന്റെ അധ്യാത്മിക ലോകം മുഴുവനെ അന്തരാംഗ ശക്തിയുടെ കീഴിലും പിന്നെ ഭൗതിക ലോകം മുഴുവനെ ബഹിരാംഗ ശക്തിയുടെ കീഴിലുമാണ് അല്ലെ? അപ്പോ ഇത് രണ്ടും ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. മാർജിനൽ പൊട്ടൻസി ആ ജീവാത്മാക്കളെ, ഭഗവാന്റെ ഭക്തന്മാരെ അന്തരാംഗ ശക്തിയും അഭക്തന്മാരെ ബഹിരാംഗ ശക്തിയും. ഭഗവത്ഗീതയിലും ആ പ്രധാനപ്പെട്ട ആ ശ്ലോകം പറയുന്നത് മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവം പ്രകൃതി ആശ്രിത
ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത ഭൂതാദിം അവ്യയം മഹാത്മാനസ്തു ഈ മഹാത്മാക്കളായത് അതായത് ഡിവോട്ടീസ് ഭക്തന്മാരെല്ലാം എൻ്റെ അന്തരാംഗ ശക്തിയുടെ അധീനതരാണെന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവരോ ബഹിരാംഗ ശക്തി അല്ലെ, ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിലാണ് അവരെല്ലാം വരുന്നത്. ശ്രീകൃഷ്ണ എക്സ്പാൻഡ് ഹിംസെൽഫ് ഇൻടു അൺലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് നാരായണ. അതൊക്കെ വായിച്ച് നമ്മുടെ 2-3 ലൈനും കൂടി ഉള്ളൂ, അത് വായിച്ചത് നമുക്ക്. ഈ ഇൻകാർണേറ്റ്സ് ഹിംസെൽഫ് in the material world amongst the men, animals or demigods to re-establish the forgotten relation with the living entities in different species of life. അപ്പോൾ അദ്ദേഹം മനുഷ്യനായിട്ടും ദേവന്മാരായിട്ടും മൃഗത്തിന്റെ രൂപത്തിലും എല്ലാം ഇവിടെ അവതരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ബദ്ധാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, ആധ്യാത്മിക ലോകത്തിലെ തൻ്റെ സ്വന്തം ധാമത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവതരിക്കുന്നു എന്നാണ് പറയുന്നത്. Great authorities like Bhishma, however, escaped his bewilderment by the mercy of the Lord. അപ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികളെ, ശുദ്ധ ഭക്തന്മാരെ ഈ ഭ്രമത്തിൽ പെടില്ല. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ ഉറപ്പിച്ച് പറയുന്നത്, നമ്മളുടെ ഇടയിൽ സാധാരണ ഒരു മനുഷ്യനായിട്ട് കളിച്ചു നടക്കുന്ന ഈ വ്യക്തി, ഈ ശ്രീകൃഷ്ണൻ സ്വയം ഭഗവാനാണ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ് എന്ന് ആണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे. हरि हरि बोल.